കാര്യം ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് ഡിഫെയിം ചെയ്തിട്ടില്ല എന്ന് ആലോചിക്കണം. അപ്പൊ പേരെടുത്ത് പറയുന്ന പരാതിയായിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് റിനി. ഇനിയിപ്പോൾ പേര് പറയാമല്ലോ. അന്ന് റിനി കെയേഴ്സ് എന്നതിലൂടെ ഒരു സൂചന മാത്രമാണ് നൽകിയത്. അപ്പോൾ യെസ് വി ഡു കെയർ എന്ന സമൂഹം പറയുന്നു, സർക്കാർ പറയുന്നു. ഇനിയിപ്പോൾ ആ പേര് ഇപ്പോൾ പുറത്തു വന്ന ഈ ലൈംഗികാരോപണ നിർബന്ധിത ഗർഭഛിദ്ര പരാതിയിലുള്ള ആളുടെ പേര് തന്നെയല്ലേ? അല്ല, ഞാൻ അതിനെക്കുറിച്ച് പേര് പറഞ്ഞ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്തത് എന്ന് പറയുന്നത്, ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവിച്ച ഒരു കാര്യം ഞാനത് സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്ക് ഏത് സമൂഹമാണ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്? അന്ന് ഇവിടെ പറഞ്ഞ ഇവിടെ ഒരു സമൂഹം ഇവിടെ ഏറ്റെടുത്തിട്ടില്ല. അന്നെ പോലെയുള്ള കുറച്ച് സിംഗിഡികൾ മാത്രം ഇതിവിടെ ഏറ്റെടുത്തിട്ടുണ്ടാവും. അഥവാ അന്നതിന് വേണ്ടിയിട്ട് ഇറക്കി വിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ സമൂഹം മാത്രമേ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളൂ. ബാക്കി കഥാപ്രസംഗം പറഞ്ഞോട്. ആരെയും പേരെടുത്ത് പറയാനും എനിക്കൊരു നീതി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്റെ നീതി ഞാൻ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നീതി എന്ന് പറഞ്ഞാണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? കേരളത്തിലെ എല്ലാ പെണ്ണുങ്ങളുടെ നീതിയും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞ കേട്ടോ. ഞാൻ ആ വ്യക്തിയോട് കൃത്യമായിട്ട് പറഞ്ഞു എന്റെ അടുത്ത് ഇത് നടക്കില്ല എന്നുള്ളത്. എന്റെ അടുത്ത് ഇവിടെ നടക്കാൻ ഇജാരാണ് ഇവിടെ ലോക വലിയ സുന്ദരിയോ? ഇവിടെ മണ്ണാൻ കട്ടാണ്. അതിന്റെ മുഖം കണ്ടാത്തന്നെ അടിച്ചിട്ടും കണ്ട ചാണത്തിൽ വെക്കണം മുക്കാൻ വേണ്ടിട്ട് ഇവിടെ തോന്നിച്ചു. ബാക്കി പറ. കൃത്യമായി ഞാൻ ബോധിപ്പിക്കുകയും ചെയ്തു. എനിക്ക് ശാരീരികമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. കുറച്ച് മെസ്സേജുകൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ ശാരീരികമായിക്കാണ്ട് ഒരു പ്രശ്നങ്ങളും എനിക്ക് ഇവിടെ വന്നിട്ടില്ല എന്ന് ഇജന്നെ ഇവിടെ വന്നിക്കാണ്ട് ഇവിടെ പറയുമ്പോ മിക്കൊക്കെ ശാരീരികമായിക്കാണ്ട് പല പ്രയാസങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ നിൽക്കുന്നതിൽ മുന്നേ ഇവിടെ വലിയ ഡയലോഗ് കളിക്കുന്നല്ലോ. പിന്നെ ഇപ്പം ഇവിടെ വന്നിക്കാണ്ട് ഇങ്ങനെ നിറം മാറാൻ ഓന്ത് വരെ ഇക്കോലത്തിൽ ഇവിടെ നിറം മാറും തൊളിച്ചിയെ. നിയമ നടപടിക്ക് പോകുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. പോണം. നിങ്ങൾക്ക് അയച്ച മെസ്സേജിനോ നിങ്ങൾ എന്തെങ്കിലും നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ അല്ല, പോകണം. അത് മാറ്റി വെക്കരുത് കേട്ടോ. ചെറ്റത്തരാണത്. പിന്നെ ഞാനായിട്ട് ഒരു വ്യക്തിയും പേരെടുത്ത് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾ തെറ്റ് തിരുത്തിയാൽ അയാൾക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. തിരുത്താൻ പറ്റാത്ത അത്രയും തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇനിയെങ്കിലും ആ തെറ്റുകൾ തിരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വലിയ ഡയലോഗ് ഇവിടെ കേൾക്കുന്നുണ്ട്. അത്രയും വലിയൊരു തെറ്റാണ് മൂപ്പരാൾ ഇവിടെ ചെയ്തത് എന്ന് ഇവിടെ പറഞ്ഞല്ലോ. അന്നോട് ചെയ്തിട്ടുള്ള തെറ്റ് എന്താണ് എന്നുള്ളത് ഇന്നേ വരെ അടിച്ച് ഇവിടെ വന്നാണ്ട് ഇവിടെ പറയണില്ല. ഇന്ന് പറയണത് ഇങ്ങനെ, നാളെ പിറ്റേന്ന് മാറ്റി പറയും, അതിന്റെ പിറ്റേന്ന് വേറെ മാറ്റി പറയും. ഇതിനെ മുന്നേ കുറെ മാറ്റി പറഞ്ഞുകൊണ്ടല്ലേടി ഇവിടെ എത്തിയത് അല്ല? ഇവിടെ പറയണത് അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തത്. അന്ന് അത്രയും വലിയ തെറ്റ് എന്താ ചെയ്തത് എന്നുള്ളത് ഇജ് പുറത്തേക്ക് വിടേ. ഇജ് അതോടെ പുറത്തേക്ക് വിടണില്ല. ഇജൊരു കവറിട്ട് കാണും, മൂടി കാണിച്ച് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചിക്കണേ. ഇജ് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് അജ്ജനെ ഇവിടെ പറയും. എനിക്ക് ശാരീരികമായി എനിക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി ഇവിടെ വന്നിട്ടില്ല. ഒന്നും നിന്റെ അടുത്ത് ഇവിടെ നടക്കൂല എന്നൊക്കെ പറഞ്ഞത് തന്നെ. അന്റെ അടുത്ത് നടക്കൂല എന്ന് ഇജ ആളോട് അവിടെ പറഞ്ഞിക്കണേ എന്നുണ്ടെങ്കിൽ അത് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നിന്റെ അടുത്തേക്ക് വന്നത് എന്ത് പറഞ്ഞിട്ട് അവിടെ വന്നത്? എന്ത് പറഞ്ഞപ്പോഴാണ് ഇജാണ് നടക്കൂല എന്ന് ഇവിടെ പറഞ്ഞത്? അതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വിടേ. അതൊന്നും പുറത്തേക്ക് വിടാതെ അതൊക്കെ മൂടി വെച്ചിട്ട് വേറെ എന്തൊക്കെയോ അവിടെ വന്നിക്കാണ്ട് ഇങ്ങനെ ഇട്ടേക്കാണ്ട് വിളമ്പണതിൽ എന്താ അർത്ഥാടിയുള്ളത്?